അവളെ നോക്കി ഗൗരവത്തിൽ അഭി പറഞ്ഞതും ചിത്ര അവനെ പിടിച്ച് തിരിഞ്ഞു നടന്നു. കിഷോറിനെയും അനന്തുവിനെയും നോക്കാതെ അവൻ അവരെ മറികടന്നു പോയി. അഭിയെ ചേർത്ത് പിടിച്ച് ചിത്ര ലിഫ്റ്റ് കടന്ന് മുകളിലത്തെ നിലയിലെത്തി. അവിടെ മുഴുവൻ ചിത്രയുടെ കണ്ണുകൾ സഞ്ചരിച്ചു. അന്ന് വന്നപ്പോൾ താഴത്തെ നില മുഴുവൻ കണ്ടതാണെങ്കിലും മുകളിലേക്ക് അവൾ പോയിട്ടില്ല. പക്ഷേ ഇന്ന് അവിടെയൊക്കെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. അവിടെയും ഫുൾ വൈറ്റാണ്. അതാണ് എൻ്റെ മുറി. കുറച്ച് മാറി അടഞ്ഞു കിടക്കുന്ന ഡോറിലേക്ക് നോക്കി അഭി പറഞ്ഞതും ചിത്ര അവനെ ചേർത്ത് പിടിച്ച് അവിടേക്ക് നടന്നു. കതകിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയ ചിത്രയുടെ കണ്ണ് മിഴിഞ്ഞു വന്നു. വളരെ വിശാലമായ വലിയൊരു മുറി. ചിത്ര പതിയെ അഭിയെ ബെഡിലേക്ക് ഇരുത്തി. അവർക്ക് പുറകെ വന്ന ആനന്ദ് ചിത്രയുടെയും അഭിയുടെയും ബാഗ് അവരെ ഏൽപ്പിച്ചു. ചിത്ര അവനെ ഒന്ന് നോക്കി ചിരിച്ചു. പിന്നെ അത് രണ്ടും വാങ്ങി അകത്തേക്ക് വെച്ചു. പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ ബെഡിൽ ഫോൺ നോക്കിയിരിക്കുന്ന അഭിയിൽ വന്ന് നിന്നത്. സത്യത്തിൽ അപ്പോഴാണ് ഇനിയുള്ള ദിവസങ്ങൾ തങ്ങൾ രണ്ടുപേരും ഈ മുറിയിലാണ് കഴിയേണ്ടത് എന്ന് അവൾക്ക് ഓർമ്മ വന്നത്. അതുവരെ അവളിൽ നിന്ന് മറഞ്ഞ വെപ്രാളവും പിടപ്പും നിമിഷ നേരം കൊണ്ട് അവളിൽ വന്ന് നിറഞ്ഞു. താൻ പ്രണയിക്കുന്നവൻ്റെ സാമീപ്യം, അതും ഇത്രയടുത്ത്. അഭിയോടൊപ്പം ഒരു മുറിയിൽ തങ്ങേണ്ടി വരുമെന്നറിഞ്ഞിട്ട് തന്നെയാണ് താൻ വന്നത്. പക്ഷേ ഇപ്പോൾ എന്തോ വല്ലാത്തൊരു പിടപ്പ്. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അവൾ മടിയോടെ നിന്നു. ചിത്ര അല്പം മടിയോടെ അവനെ തല ഉയർത്തി നോക്കി. പക്ഷേ അവൻ്റെ കണ്ണുകൾ അപ്പോഴും ഫോണിൽ തന്നെയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ചിത്ര പരുങ്ങിയതും അവൻ്റെ ശബ്ദം അവിടെ ഉയർന്നു. ചിത്ര പോയിന്ന് ഫ്രഷായി വരൂ, എനിക്കല്പം സംസാരിക്കാനുണ്ട്. ഗൗരവത്തിലുള്ള അഭിയുടെ ശബ്ദം അവിടെ മുഴങ്ങിയതും ചിത്ര വേഗം അവനിൽ നിന്ന് മുഖം മാറ്റി. പിന്നെ അവളുടെ ബാഗ് തുറന്ന് അതിൽ നിന്നൊരു ജോഡി ഡ്രസ്സ് എടുത്ത് അവനെ നോക്കാതെ ബാത്റൂമിലേക്ക് കയറി. സത്യത്തിൽ അപ്പോഴും ചിത്രയുടെ ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഒരു നോട്ടത്തിന് പോലും തനിക്ക് താങ്ങാൻ കഴിയാത്തതുപോലെ. ഇത്രയൊക്കെ അവനിൽ നിന്ന് അകലാൻ ശ്രമിച്ചാലും തൻ്റെ മനസ്സ് അവനെ വീണ്ടും തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്നത് പോലെ. ബാത്റൂമിൻ്റെ ഡോറിലേക്ക് ചാരി ചിത്ര ശ്വാസം ആഞ്ഞെടുത്തു. പക്ഷേ അപ്പോൾ കാതിൽ മുഴങ്ങിയത് ഇന്ദ്രൻ്റെ വാക്കുകളായിരുന്നു. കണ്ണിൽ കണ്ണുനീർ കുമിഞ്ഞു കൂടിയതും കണ്ണുകൾ രണ്ടും അടച്ച് അവയെ അവൾ സ്വതന്ത്രമാക്കി. പാടില്ല, തെറ്റാണ്, മറക്കണം. ഓരോ പ്രാവശ്യവും അത് ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ മറന്നേ പറ്റൂ. ഉള്ളിലെ സങ്കടം പുറത്തേക്ക് വരാൻ അനുവദിക്കാതെ അവൾ തന്നെ കൈകൊണ്ട് മൂടി. വിറച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോകുന്ന ചിത്രയെ അഭി ഒളി കണ്ടിട്ടുകൊണ്ട് നോക്കിയിരുന്നു. അവളുടെ വെപ്രാളവും നോട്ടവും ആ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളും ഓരോ ചിത്രങ്ങളായി അവൻ്റെ മനസ്സിൽ മിന്നിമാഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ ഉള്ളിൽ എവിടെയോ മുട്ടിട്ട ആ പുഞ്ചിരി ചുണ്ടുകളിലേക്ക് വരുത്താതെ അവൻ വീണ്ടും ആ ഫോണിലേക്ക് മുഖം പൂഴ്ത്തി. ഇതേ സമയം താഴെ സോഫയിലിരുന്ന് പത്രം വായിക്കുകയാണ് കിഷോർ. അവന് വേണ്ട ചായയുമായി അടുത്തേക്ക് പോയതാണ് ആനന്ദ്. ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നായതും കിഷോറിനുള്ള കപ്പ് മേശയിലേക്ക് വെച്ചുകൊണ്ട് ആനന്ദ് ചോദിച്ചു, അഭിസാറിന് എന്താ പറ്റിയത്? ആകെ ഒരു മാറ്റം. അവനൊരു അസുഖം വന്നതാ, പ്രേമത്തിൻ്റെ. സാധാരണ പോലെ അത് പറയുന്നതിൻ്റെ കൂടെ കയ്യിലുള്ള പത്രം താഴെ വെച്ച് ആ കപ്പുമെടുത്ത് കിഷോർ അവൻ്റെ മുറിയിലേക്ക് പോയിരുന്നു. എന്നാൽ അപ്പോഴും കേട്ട വാക്കുകളിൽ ഞെട്ടി നിൽക്കുകയായിരുന്നു ആനന്ദ്. കുളിച്ച് ഫ്രഷായി മുറിയിലേക്ക് വന്ന് ചിത്ര കാണുന്നത് ഒരു ഷോർട്ടും ടീഷർട്ടും ഇട്ട് ലാപ്പിൽ നോക്കി ബെഡിലിരിക്കുന്ന അവനിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു. ആ കുഞ്ഞിക്കണ്ണും നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന ചെറിയ മുടിയിലേക്കും അറിയാതെ ചിത്ര നോക്കി നിന്നു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവനിൽ നിന്ന് കണ്ണുകൾ മാറ്റുകയും ചെയ്തു. ലാപ്പിൽ നിന്ന് തല ഉയർത്തി നോക്കി അഭി കാണുന്നത് തല താഴ്ത്തി നിൽക്കുന്ന ചിത്രയെയാണ്. ചിത്ര, അഭിയുടെ ശബ്ദം അവിടെ ഉയർന്നതും ചിത്ര അവനടുത്തേക്ക് പോയി. ഇരിക്ക് എന്ന് പറഞ്ഞവൻ ബെഡിൽ തട്ടിയതും അല്പം അടിച്ചാണെങ്കിലും ചിത്ര അവിടെ ഇരുന്നു. ചിത്ര, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അവൻ്റെ വാക്കുകൾ കേട്ടതും ചിത്ര തല ഉയർത്തി അവനെ നോക്കി. ഏത് നിമിഷവും ഇവിടേക്ക് ശ്രീദേവിയും അവളുടെ മുത്തശ്ശനും വരാം. അവരുടെ മുൻപിൽ നമ്മൾ യഥാർത്ഥ ഭാര്യയും ഭർത്താവുമായിരിക്കണം. നമ്മൾ തമ്മിലുള്ള കോൺട്രാക്റ്റിൻ്റെ കാര്യം ആരും അറിയരുത്. ഞാൻ തന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണെന്നേ അവർക്ക് തോന്നാവൂ. മനസ്സിലായോ? അല്പം ഗൗരവത്തിൽ അവൻ ചിത്രയെ നോക്കിയതും അവൾ മനസ്സിലായി എന്ന രീതിയിൽ തല കാണിച്ചു. പക്ഷേ അപ്പോഴും അവളിൽ ഒരു സംശയം നിലനിന്നു. ശ്രീദേവിയുടെ മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ അത് അഭിയുടെയും മുത്തശ്ശനല്ലേ? പിന്നെ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? എൻ്റെ അമ്മയെ എന്നവർ ഉപേക്ഷിച്ചോ? അന്ന് ഞാൻ അവരെയും ഉപേക്ഷിച്ചു.
ചിത്രയുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ അഭി പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു. പിന്നെ അവരുടെ മുൻപിൽ വെച്ച് ഞാൻ ചിത്രയോട് അല്പം ക്ലോസ് ആയി എന്ന് വരും. അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണം. നമ്മളെ ആരും സംശയിക്കരുത്, അതെനിക്ക് നിർബന്ധമാണ്. അവൻ്റെ വാക്കുകൾക്കൊന്ന് മൂളിയതിനു ശേഷം ചിത്ര മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പുറത്തുള്ള ഗാർഡനിൽ സിമന്റ് ബെഞ്ചിലിരിക്കുമ്പോഴും അവളുടെ മനസ്സ് അവനിൽ തന്നെയായിരുന്നു. അവൻ്റെ അമ്മയെ ചിത്രയ്ക്ക് വല്ലാത്ത ബഹുമാനം തോന്നി. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടിട്ടും അവർ ധൈര്യത്തോടെ സമൂഹത്തോട് പൊരുതി തൻ്റെ മകനെ പ്രസവിച്ചു വളർത്തി. ഒരു നിമിഷം അവരുടെ സ്ഥാനത്ത് താനായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആയിരുന്നു. ചിത്ര, പെട്ടെന്ന് കിഷോറിൻ്റെ ശബ്ദം അവിടെ ഉയർന്നതും അവളുടെ കണ്ണുകൾ അവനിലേക്ക് പോയി. അപ്പോഴേക്കും ചിത്രയ്ക്കുള്ളൊരു കപ്പ് കാപ്പിയുമായി കിഷോർ ചെയറിലേക്ക് ഇരുന്നിരുന്നു. അഭി വല്ലാത്തൊരു ക്യാരക്ടറാണ്. അവൻ്റെ മനസ്സിൽ എന്താണെന്ന് നമുക്കത്ര കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചിത്രയ്ക്ക് ഉറപ്പു തരാം, അവൻ ആരെയെങ്കിലും ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒരിക്കലും കൈവിടില്ല. അത് പറഞ്ഞ് ചിത്രയെ നോക്കുക പോലും ചെയ്യാതെ കിഷോർ എഴുന്നേറ്റ് പോയപ്പോഴാണ് അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ തിരയുകയായിരുന്നു അവളുടെ മനസ്സ്. ആ വീട്ടിൽ ചിത്രയ്ക്ക് വല്ലാത്ത മുഷിപ്പ് തോന്നി. ആനന്ദ് എപ്പോഴും കിച്ചണിലായിരിക്കും, കിഷോർ ഓഫീസ് റൂമിലാണ്. കുറച്ചു നേരം വെറുതെ ഇരുന്ന് പിന്നെ സനയെ വിളിച്ച് സംസാരിച്ചു. വൈകുന്നേരത്ത് അബിക്കുള്ള ഗ്രീൻ ടീ കൊണ്ട് അവൾ മുകളിലേക്ക് പോയി. ബെഡിൽ കമിഴ്ന്ന് കിടക്കുവാണ് അബി. ഒരു ഷോർട്സ് മാത്രമാണ് വേഷം. ഷർട്ട്ലെസ് ആയതിനാൽ അവൻ്റെ ഉറച്ച ശരീരം കാണാം. ഒരു നിമിഷം അവൻ്റെ ശരീരത്തിലേക്ക് പോയ അവളുടെ കണ്ണുകൾ വിടർന്നു. പുറത്ത് മുതുകിലായി വലിയൊരു ഈഗിളിൻ്റെ ടാറ്റു ഉണ്ട്. ആ ടാറ്റു അവൻ്റെ പുറം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവളുടെ കാലുകൾ ആകാംക്ഷയോടെ അവൻ്റെ അടുത്തേക്ക് പോയി. ചായക്കപ്പ് ടേബിളിൽ വെച്ച് പതിയെ അവളുടെ കൈകൾ അവൻ്റെ പുറത്ത് സ്പർശിച്ചതും ആ കണ്ണുകൾ ഒന്നുകൂടെ വിടർന്നു. അവൻ്റെ പുറത്തെ ടാറ്റുവിലൂടെ അവളുടെ കൈകൾ ഒന്ന് ചലിച്ചതും സെക്കൻഡുകൾക്കുള്ളിൽ അവൻ തിരിഞ്ഞ് അവളുടെ കൈ പിടിച്ചു വലിച്ചിരുന്നു. പെട്ടെന്നുള്ള അവൻ്റെ നീക്കത്തിൽ ചിത്ര അവൻ്റെ മേലേക്ക് വീണു. അവളുടെ മാറുകൾ ശക്തിയിൽ അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു. അതേ നിമിഷം തന്നെ അബിയുടെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. പെട്ടെന്ന് ചിത്ര തൻ്റെ കണ്ണുകൾ മുറുക്കെ അടച്ചു. പക്ഷേ അവൻ്റെ സാമീപ്യം അവളെ തളർത്തി. ആദ്യമായി അവളിൽ അവൻ്റെ സ്പർശം മറ്റൊരർത്ഥം സൃഷ്ടിക്കുന്നത് പോലെ, അവളുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം എരിയുന്നത് പോലെ. ആകെ പരിഭ്രമം വന്നു നിറഞ്ഞു. ചിത്രയ്ക്കൊരു നിമിഷം ശരീരമാകെ മരവിച്ചതുപോലെ. അവൻ്റെ കരുത്തുള്ള ശരീരം അവളെ ആകെ വീർപ്പ് മുട്ടിക്കുന്നത് പോലെ. അവളുടെ നെറ്റിയിലും ചുണ്ടിലും വിയർപ്പ് പൊടിഞ്ഞു. അപ്പോഴും കണ്ണുകൾ തുറന്ന് അവനെ നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൻ്റെ നോട്ടം തനിക്ക് താങ്ങാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം. പതിയെ അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചതും പെട്ടെന്ന് അവളുടെ ഇടുപ്പിലൂടെ പാഞ്ഞു വന്ന അബിയുടെ കൈകൾ അവളെ അവനോട് തന്നെ കൂടുതൽ ചേർത്ത് പിടിച്ചു. അവളുടെ മാറുകൾ അവനിൽ ശക്തിയിൽ അമർന്നിരുന്നു. അവൻ്റെ പ്രവൃത്തിയിൽ ചിത്ര ഞെട്ടി കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു അബി. അവൻ്റെ കടുംകാപ്പി നിറമുള്ള മിഴികൾ തിളങ്ങുന്നത് പോലെ ആ കണ്ണുകൾ അവളെ ഒരു കാന്തിക വലയത്തിൽ അകപ്പെടുത്തി. അറിയാതെ അവളും ആ കണ്ണിനടിമപ്പെട്ടു. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവൾ തിരഞ്ഞത് അവൻ്റെ ഉള്ളിൽ തന്നോട് പ്രണയമുണ്ടോ എന്നാണ്. എന്നാൽ അപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ സഞ്ചരിച്ചു തുടങ്ങിയിരുന്നു. ഇടയ്ക്ക് സ്ട്രോബെറി പോലെ ചുവന്ന അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കിയതും അവ വിടർന്നു. "ക്യാൻ ഐ കിസ് യു?" അത്രമേൽ ആർദ്രമായ ശബ്ദം, കാറ്റുപോലെ പതിഞ്ഞ ശബ്ദം. ആ ശബ്ദം അവളുടെ കാതിലേക്ക് വന്ന് പതിച്ച നിമിഷം ചിത്രയുടെ കണ്ണുകൾ തുറിച്ചു വന്നു. പെട്ടെന്ന് അവനിൽ നിന്ന് പിടഞ്ഞു മാറി പുറത്തേക്കോടുമ്പോൾ അവളുടെ ശരീരം ആലില പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മുറിയിലൂടെ വെപ്രാളത്തോടെ പുറത്തേക്ക് ഓടിപ്പോകുന്ന ചിത്രയെ കണ്ടതും അറിയാതെ അവൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി മുട്ടിട്ടു. കണ്ണുകൾ അടച്ച് ബെഡിലേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടക്കുമ്പോൾ മനസ്സ് നിറയെ അവളുടെ ചിത്രമായിരുന്നു. വെണ്ണ തോൽക്കുന്ന നിറം, വലിയ ഭംഗിയുള്ള കണ്ണുകൾ, ആരെയും ആകർഷിക്കുന്ന വട്ടമുഖം, അതിന് സൗന്ദര്യം കൂട്ടാൻ നിഷ്കളങ്കത നിറഞ്ഞു നിൽക്കുന്ന പ്രവൃത്തികൾ. തൻ്റെ പുറത്ത് ആരുടെയോ സ്പർശമറിഞ്ഞപ്പോൾ ഉറക്കത്തിൽ നിന്നുണർന്നത്. അവളുടെ കൈ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തിയപ്പോഴാണ് അത് ചിത്രയാണെന്ന് അറിയുന്നത് പോലും. ഒരു നിമിഷം തൻ്റെ ശരീരത്തിൽ അമർന്ന അവളുടെ മാറുകൾ തന്നെ മറ്റൊരു ലോകത്തെത്തിച്ചതുപോലെ. എന്നാൽ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ
ഒരു നിമിഷം തൻ്റെ മനസ്സ് അവളിലേക്ക് അടുത്തു. അതുകൊണ്ടാണല്ലോ സ്വയം മറന്ന് താനും അവളെ നോക്കി നിന്നത്. അവളുടെ പിടക്കുന്ന കണ്ണുകളിൽ അവൻ്റെ തീക്ഷ്ണമായ കണ്ണുകൾ കൊരുത്തു. പതിയെ ആ മുഖമാകെ സഞ്ചരിച്ചു. അവളുടെ സ്പർശന സാമീപ്യം തൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുന്നത് പോലെ, അവളിലേക്ക് തൻ്റെ മനസ്സടുക്കുന്നത് പോലെ. അതേ നിമിഷം അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടുകളിൽ വന്നു നിന്നതും ആ ചുവന്ന ചുണ്ടുകൾ അത് കവരാനാണ് തോന്നിയത്. പക്ഷേ അതിനു മുൻപ് അവളുടെ സമ്മതം വാങ്ങണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ആ നിമിഷം ചിത്രയുടെ സമ്മതം കിട്ടിയിരുന്നുവെങ്കിൽ ആ ചുണ്ടിനെ താൻ തൻ്റേതാക്കി മാറ്റിയിരുന്നു. മതിയാകുവോളം നുകർന്നിരുന്നു. കണ്ണുകൾ അടച്ച് കിടക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് അവളുടെ ചിത്രമാണ്, ചിത്രയുടേത്. അവൻ്റെ കണ്ണുകൾ വിടർന്നു. പെട്ടെന്ന് അവളുടെ അടുത്ത് മറ്റൊരു രൂപം തെളിഞ്ഞു വന്നു. ദുർഗയെ പോലെ ജ്വലിക്കുന്നവൾ. അവളുടെ മുഖത്തെ ഗൗരവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വേദന, കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്ന അഗ്നി, ഹൃദയത്തിലെ വേദന. അവൻ ഞെട്ടി കണ്ണുകൾ തുറന്ന് ബെഡിൽ എണീറ്റിരുന്നു. മനസ്സിൽ തൻ്റെ അമ്മയുടെ ചിത്രം തെളിഞ്ഞു വന്നതും അടുത്തുണ്ടായിരുന്ന ചിത്രയുടെ ചിത്രം മങ്ങുന്നതും അവൻ അറിഞ്ഞു. ആ കണ്ണുകൾ ചുവന്നു നീറി. നോ! സ്വയം മനസ്സിനെ ശാസിച്ചുകൊണ്ട് അവൻ മുറിക്ക് പുറത്തേക്കിറങ്ങി. തൻ്റെ ശരീരത്തിനടക്കി നിർത്താൻ കഴിയാതെ ചിത്ര ചുവരിലേക്ക് ചാഞ്ഞു നിന്നു. അപ്പോഴും അവളിൽ നിന്ന് ചെറിയ കിതപ്പ് ഉയർന്നുകൊണ്ടിരുന്നു. കുറച്ചു മുൻപ് കേട്ട സാറിൻ്റെ ശബ്ദം ഇപ്പോഴും തൻ്റെ കാതിൽ വന്ന് പതിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. ഞെട്ടി കണ്ണുകൾ തുറന്ന വേഗം തൻ്റെ മുഖത്ത് പറ്റിയിരിക്കുന്ന വിയർപ്പിനെ ചിത്ര തുടച്ചു നീക്കി. പക്ഷേ അപ്പോഴും അവൻ തന്നോട് എന്തിനാണ് അങ്ങനെ ചോദിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല. തമാശയ്ക്ക് വേണ്ടി ചോദിച്ചതായിരിക്കുമോ? അല്ലെങ്കിൽ തനിക്ക് സാറിനെ ഇഷ്ടമുള്ളതുപോലെ സാറിന് തന്നെയും ഇഷ്ടമായിരിക്കുമോ? ഒരു നിമിഷം ചിത്രയുടെ കണ്ണുകൾ വിടർന്നു. ഹൃദയം നിറഞ്ഞു തുളുമ്പി. ആ നിമിഷം തന്നെ അവളുടെ മനസ്സിലേക്ക് അഭിയുടെ കോൺട്രാക്റ്റും പിന്നെ ഇന്ദ്രൻ്റെ വാക്കുകളും തെളിഞ്ഞു വന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവിടെ വേദന തളം കിട്ടി. ഇല്ല, സാറിനെ പോലെ ഒരാൾ ഉറപ്പായും എന്നെ പോലെ ഒരു പെണ്ണിനെ സ്നേഹിക്കില്ല, അംഗീകരിക്കുകയുമില്ല. അവളുടെ മനസ്സ് അവളോട് തന്നെ വാദിച്ചു. ദുർഗാദേവിയുടെ വലിയ ചിത്രത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ അഭിയുടെ മനസ്സാകെ കലുഷിതമായിരുന്നു. ചിത്രയോട് തനിക്ക് തോന്നുന്ന വികാരം, അടുപ്പം, അതെല്ലാം അവനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നത് പോലെ. ആ വെളുത്ത മാർബിൾ വിരിച്ച തണുത്ത തറയിലേക്ക് കിടന്ന് കണ്ണുകൾ അടച്ചു അവൻ. തണുത്ത തറയിൽ കിടന്നുറങ്ങിപ്പോയ അഭി കണ്ണു തുറന്നത് രാത്രി 7 മണിക്കാണ്. അവൻ നിലത്തുനിന്ന് എഴുന്നേറ്റിരുന്നതിന് ശേഷം അഭി തൻ്റെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്തു എഴുന്നേറ്റു. പിന്നെ ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി നേരെ അവൻ്റെ മുറിയിലേക്ക് പോയി. താഴെ സോഫയിൽ ഇരിക്കുവാണ് ചിത്ര. അഭിയെ ഫേസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മുറിയിലേക്ക് പോകാതെ ഹാളും ഗാർഡനുമായി നടക്കുവാണവൾ. പെട്ടെന്നാണ് കാറ്റ് പോലെ എന്തോ ഒന്ന് പടിയിറങ്ങി പോകുന്നത് കണ്ടത്. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് വൈറ്റ് കളർ ഷർട്ടും ബ്ലാക്ക് കളർ പാൻറ്റും ധരിച്ച് കാറിലേക്ക് കയറുന്ന അഭിയെ കാണുന്നത്. പെട്ടെന്ന് ആ കാറ് കടന്നു പോവുകയും ചെയ്തു. ചിത്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അപ്പം സാറിൻ്റെ കാലിന് കുഴപ്പമൊന്നുമില്ലേ? ഇനി തനിക്ക് തോന്നിയതാണോ? ഒന്ന് ശ്വാസമെടുത്ത് ചിത്ര മുറിയിലേക്ക് പോയി. പടികയറിയ അവളുടെ കണ്ണുകൾ പ്രതീക്ഷിക്കാതെ ആ അടച്ചിട്ട മുറിയിലേക്ക് പോയി. അതിനകത്ത് നിന്ന് ആരോ തന്നെ വിളിക്കുന്നത് പോലെ അവളുടെ കാലുകൾ ആ മുറിയിലേക്ക് പോയി. ഡോറ് വലിച്ചു തുറക്കാനായി അവളുടെ കൈകൾ ഡോറിനടുത്തേക്ക് പോയതും പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയ ചിത്ര കാണുന്നത് അവളെ നോക്കി നിൽക്കുന്ന കിഷോറിനെയാണ്.